വയനാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് വാർത്താമഴ ആദ്യം പോകുന്നത്. സംസ്ഥാന വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ വലിയ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി വയനാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങൾ സുർജിത്ത് അയ്യപ്പത്ത് നൽകും. സുർജിത്ത്, ഈ പ്രതിഷേധ മാർച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഒക്കെ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണോ? എന്താണ് പ്രവർത്തകരുടെ നീക്കം? പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണെന്ന് SP ഓഫീസിലേക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് SP ഓഫീസിന് മുമ്പായി പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് തടയുകയായിരുന്നു. ഇത് തടഞ്ഞ ഉടൻ തന്നെ, അതായത് ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതാണ്. ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് ഏതാനും പ്രവർത്തകർ ചാടി. ഇതിന് പിന്നാലെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അമൽ ജോയിയും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹവും അപ്പുറത്തേക്ക് ചാടി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം തടയുകയായിരുന്നു. ഇതിന് ശേഷം ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്തേക്ക് ബാരിക്കേഡ് മറികടക്കുകയാണ്, പോലീസിനെ വെട്ടിച്ച് ബാരിക്കേഡ് മറികടക്കുകയാണ് ഉണ്ടായത്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ നിലവിൽ തടഞ്ഞിരിക്കുകയാണ്. ഈ പ്രവർത്തകർ ജില്ലാ അധ്യക്ഷൻ അമൽ ജോയി ഉൾപ്പെടെയുള്ളവരാണ് ഇതിന്റെ മറുഭാഗത്തായി നിലകൊണ്ടിരിക്കുന്നത്. ഇവർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൽപ്പറ്റ DYSP സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. എന്തായാലും അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അല്പസമയം മുമ്പ് നേരിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് വഴിമാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പ്രത്യേകിച്ച് പോലീസ് ഒരുക്കിയ ബാരിക്കേഡ് പ്രവർത്തകർ മുകളിലേക്ക് ചാടിക്കയറി അത് മറികടന്ന് പോകാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകാൻ നോക്കി. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ഇതിനിടയിലാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അപ്പുറത്തേക്ക്, അതായത് ബാരിക്കേഡ് മറികടന്ന് ചാടുന്ന നിലയിലേക്ക് ഉണ്ടായത്. ഇതിനിടയിൽ പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഈ ആളുകൾ, അതായത് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ജില്ലാ നേതാക്കൾ സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സംഘർഷത്തിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അപ്പുറത്ത് ചാടി, അതായത് പോലീസിന്റെ കൂട്ടത്തിലേക്ക് എടുത്തു ചാടുന്ന നില ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിന് വഴിമാറുന്ന സാഹചര്യം. കൂടുതൽ പ്രവർത്തകർ മറുഭാഗത്തേക്ക് ചാടി എത്തുന്ന കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന്റെ ഇരുഭാഗത്തുമായി തമ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധം നേരത്തെയും കഴിഞ്ഞ ദിവസം വയനാട് ചുങ്കത്തും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ഇവിടെ ഈ കൽപ്പറ്റയിലെ SP ഓഫീസർ വഴിമാറിയിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന് മറുഭാഗത്തും, അതായത് ബാരിക്കേഡിന്റെ ഇരുഭാഗത്തുമായി പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസുമായി സംസാരം നടക്കുന്നുണ്ട്. എന്തായാലും അതൊരു സംഘർഷാവസ്ഥയിലേക്ക് നിലവിൽ പോകുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. പല പ്രവർത്തകർക്കും പോലീസ് മർദ്ദിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണമാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വയനാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് അല്പസമയം മുമ്പാണ് തുടങ്ങിയത്. ബാരിക്കേഡിന് മുകളിലൂടെ ഒരു സംഘം പ്രവർത്തകർ പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് കടന്നു. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അനുവദിച്ചതുമില്ല. പ്രവർത്തകർ ആ നീക്കം തടയുകയും ചെയ്തു. ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുകളിലൂടെ പോലീസിന്റെ ഭാഗത്തേക്ക് ചാടിയ പ്രവർത്തകർ അവിടെ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികളൊക്കെ അക്കൂട്ടത്തിൽ പോലീസിന്റെ ഇടയിലേക്ക് ഈ ബാരിക്കേഡിന് മുകളിലൂടെ
അപ്പുറത്തെ ഭാഗത്തേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സംഘർഷാവസ്ഥയില്ല. പക്ഷേ പ്രവർത്തകരുടെ അറസ്റ്റ് അത് അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് അവിടെ എത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സുർജിത്ത്, അപ്പോൾ ഈ അറസ്റ്റിന് ഈ പ്രവർത്തകർ വഴങ്ങില്ല എന്നാണോ കരുതേണ്ടത്? ഈ മറുഭാഗത്തേക്ക് ചാടിയ പ്രവർത്തകർ ഈ പോലീസുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സമാധാനപരമായി പ്രതിഷേധം അവസാനിക്കാനുള്ള സാധ്യതയാണോ തെളിയുന്നത്? നിലവിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് നമുക്ക് പ്രതിഷേധം ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അമൽ ജോയ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് തരത്തിലാണ് നിങ്ങൾ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് SP ഓഫീസിൽ നടച്ച മാർച്ച് പോലീസിന്റെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ അന്യായമായി ആക്രമിച്ച് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബാരിക്കേഡിന് അപ്പുറത്ത് കിടന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഉപരോധം സൃഷ്ടിച്ചിട്ടുള്ളത്. IC ബാലകൃഷ്ണൻ MLA ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരം അത് നാളുകളിൽ ആളിക്കത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൽപ്പറ്റ DYSP സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. നേരത്തെ ഈ മാർച്ച് എത്തിയ ഘട്ടത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഇവിടേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനിടയിലാണ് ശരി സുർജിത്ത്, വയനാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അറസ്റ്റിന് വഴങ്ങാതെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്.